ഹായ്. നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാരും യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഡിവൈസുകളായിരിക്കും. ഈ ആൻഡ്രോയിഡ് ഡിവൈസ് വളരെ സെക്യൂരിറ്റി കുറഞ്ഞ ഒരു OS ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള ആൻഡ്രോയിഡ് ഡിവൈസുകൾ എങ്ങനെ നമുക്ക് ഹാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫോൺ എങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രൂത്ത് സ്പ്രേ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമല്ല. ഇതിൻ്റെ APK ഫയലായി നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ്. വെറും 2 MB ഈ ഒരു ഫയൽ വരുന്നുള്ളൂ. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനല്ല. ഇത് നമ്മൾ പണം കൊടുത്ത് വാങ്ങേണ്ട ആപ്ലിക്കേഷൻ തന്നെയാണ്. എന്നാൽ കമ്പനി നമുക്ക് ഫ്രീ ട്രയലായിട്ട് ഒരു 3-4 ഓപ്ഷൻ വെച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കൂടുതലായിട്ട് നമുക്ക് അവരുടെ ഹിസ്റ്ററി ഡാറ്റാസ് എല്ലാം കൂടുതലായിട്ട് നമ്മൾ ഹാക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആപ്ലിക്കേഷൻ പെയ്ഡ് ചെയ്ത് വാങ്ങേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ്റെ പ്രവർത്തനമെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, അതിനായി ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റ് ഓപ്പൺ ആക്കുകയാണ്. നിങ്ങൾ ഗൂഗിളിൽ എന്താക്കാം, ദ ട്രൂത്ത് സ്പൈ എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ട്രൂത്ത് സ്പൈ എന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നെയിം. നിങ്ങൾക്ക് മൂന്നാമതായിട്ട് കാണാം ട്രൂത്ത് സ്പൈ. ഇതിൽ 2 ഓപ്ഷനുണ്ട്. ഒന്ന് ലോഗിൻ ആണ്, രണ്ടാമത്തത് ട്രൂത്ത് സ്പൈ ആൻഡ്രോയിഡ് ഇൻസ്റ്റാളേഷൻ. അതായത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള APK ഫയൽ ആ ഒരു രണ്ടാമത്തെ ലിങ്കിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. ഞാൻ രണ്ടാമത്തെ ലിങ്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ്, ഒരു ഗ്രീൻ ബോക്സിൽ ഡൗൺലോഡ് എന്ന ഓപ്ഷനുണ്ട്. ജസ്റ്റ് ഞാൻ സെലക്ട് ചെയ്യാണ്. സ്റ്റാർട്ടിങ് ഡൗൺലോഡ്. ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഓപ്പൺ ആക്കി. ഇത് APK ഫയലിനെ കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അൺനോൺ സോഴ്സ് ഓപ്പൺ ആക്കണം, എന്നാലേ ഇൻസ്റ്റാളേഷൻ നടക്കുകയുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണാം ഇൻസ്റ്റാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തൊട്ട് പുറത്തായിട്ട് നമുക്ക് ഓപ്പൺ എന്ന് പറഞ്ഞ സെക്ഷനിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓപ്പൺ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആവുക. അതിൽ ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കാം. ഈ ഒരു 2 ഓപ്ഷനാണ് നമുക്കുണ്ടാവുക. ഒന്ന് ലോഗിൻ അക്കൗണ്ടും, 2 രജിസ്റ്റർ ന്യൂ അക്കൗണ്ടും. അതിൽ നമ്മളിപ്പോൾ രജിസ്റ്റർ ന്യൂ അക്കൗണ്ട് കൊടുക്കുകയാണ്. ഇതിൽ എഗ്രി കൊടുക്കുക. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇമെയിൽ, അതുപോലെ പാസ്വേഡും റീടൈപ്പ് പാസ്വേഡും, ഈ ഒരു 3 ഓപ്ഷനുണ്ട്. അതിൽ നമ്മൾ ഏത് ഇമെയിലാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ഇമെയിൽ നമുക്ക് എന്താക്കാം, ജസ്റ്റ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇമെയിലും പാസ്വേഡും അടിച്ചിട്ടുണ്ട്. ക്രിയേറ്റ് അക്കൗണ്ട് നമ്മൾ ഓപ്ഷൻ എന്താക്കാം, ഒന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കാണ് രജിസ്റ്റർ അക്കൗണ്ട് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. ഇതിൽ ക്യാൻസൽ ആക്റ്റീവ് എന്ന് പറഞ്ഞ 2 ഓപ്ഷനാണ് ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് ആക്റ്റീവ് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൂട്ടഡ് ഡിവൈസും അൺറൂട്ടഡ് ഡിവൈസും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു വിൻഡോയിൽ നമുക്ക് കാണാം ഹൈഡ് ഐക്കൺ ദ ട്രൂത്ത് സ്പൈ അൺഇൻസ്റ്റാൾ പാക്കേജ്. ഈ ഒരു 2 ഓപ്ഷനാണ് വരിക. ഇത് നമുക്ക് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐക്കൺ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എൻ്റെ മെനു കാണിച്ചു തരാം. എൻ്റെ മെനുവിൽ നിങ്ങൾക്ക് കാണാം ദ ട്രൂത്ത് സ്പൈ എന്ന് പറഞ്ഞ് അതിൻ്റെ ഐക്കൺ ഹൈഡല്ല. അതായത് നമ്മൾ ഏത് ഫോണിലാണ് ഉപയോഗിക്കുന്നത് അതിലെപ്പോഴും അത് ആയിട്ട് തന്നെ നിൽക്കും. അത് നമുക്ക് ഹൈഡ് ചെയ്യൽ നിർബന്ധമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്യാമെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം.
ഈ ഒരു ഓപ്ഷനിൽ ഫസ്റ്റ് ഭാഗം, അതായത് ഹൈഡ് ഐക്കൺ ദ ട്രൂത്ത് സ്പൈ ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൈഡ് ഐക്കൺ ദ ട്രൂത്ത് സ്പൈ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയത്. ആർ യു ഷുവർ യു വാണ്ട് ടു ഹൈഡ് ദ ട്രൂത്ത് സ്പൈ ഐക്കൺ? ഓക്കെ. ഇൻ ഓർഡർ ടു ഷോ ഇൻഫ്ലുവൻസ് ഓഫ് ദ ട്രൂത്ത് സ്പൈ അഗൈൻ പ്ലീസ് മേക്ക് എ കോൾ വിത്ത് നമ്പർ #2013 *. അതായത് നമ്മൾക്ക് ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കണമെങ്കിൽ നമ്മൾ ഡയൽ പാഡിൽ എന്ത് ചെയ്യേണ്ടി വരും? #2013 എന്ന് ടൈപ്പ് ചെയ്ത് കോൾ ചെയ്താലേ ആ ഒരു ആപ്ലിക്കേഷൻ പിന്നീട് നമുക്ക് ഐക്കൺ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കൺ വ്യൂ ആവുകയുള്ളൂ. ഞാൻ ഇപ്പോൾ യെസ് കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ദ ട്രൂത്ത് സ്പൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാം ആപ്ലിക്കേഷൻ ഇസ് നോട്ട് ഇൻസ്റ്റാൾ കഴിഞ്ഞതിന് ശേഷം ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹൈഡ് ആയത് കാണാം. ഇപ്പം ഏത് ഡിവൈസിലാണോ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് അവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത് കാണാനേ കഴിയില്ല. ഇപ്പോൾ നിങ്ങളുടെ ഡിവൈസിലുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും കാണാൻ പറ്റാത്ത ഒരു മെത്തേഡാണത്. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെ അത് ഹാക്ക് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ വിവരങ്ങൾ നമുക്ക് എടുക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിളിൽ ട്രൂത്ത് സ്പൈ എന്ന് നമ്മൾ സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്താൽ 2 ഓപ്ഷൻ വരും. ഒന്ന് ലോഗിൻ, രണ്ടാമത് ട്രൂത്ത് സ്പൈ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഫസ്റ്റത്തെ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു വിൻഡോയിൽ ഇമെയിൽ ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ ഏത് ഇമെയിൽ പാസ്വേഡാണോ നമ്മൾ ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്തത് അതേ ഇമെയിലും പാസ്വേഡും ഇതിലും ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ഇമെയിൽ പാസ്വേഡ് അടിക്കുകയാണ്. ഞാനിപ്പോൾ ആ ഇമെയിലും പാസ്വേഡും അടിച്ച് ജസ്റ്റ് നമുക്കൊന്ന് ലോഗിൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏത് ഇമെയിൽ പാസ്വേഡാണോ ആ ഒരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്തത് അത് ഇമെയിൽ പാസ്വേഡ് തന്നെ ഇതിനും യൂസ് ചെയ്യാം. ഓക്കെ. ലോഗിൻ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കാണാം ഒരു വിൻഡോ ഓപ്പണായി. ഇത് നമ്മുടെ യൂസർ നെയിം പാസ്വേഡും സേവ് ചെയ്യണമെന്ന് ചോദിച്ചിട്ട് നോട്ട് നൗ കൊടുത്തു. ഇത് 3 ഓപ്ഷൻ വരുന്നുണ്ട്. 1 സ്റ്റാൻഡേർഡ്, 2 പ്രീമിയം, 3 ഗോൾഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഇത് തികച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. ഈ ആപ്ലിക്കേഷൻ നമ്മൾ എത്ര പേയ്മെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് എന്താക്കാം ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് മുകളിലൊരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമെയിൽ വെച്ച് ഏത് ആപ്ലിക്കേഷൻ, അതായത് ഏത് ഫോണിലാണോ നമ്മൾ ട്രൂത്ത് സ്പൈ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഈ സെയിം ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്തത് ആ ഒരു ഡിവൈസ് ഹിസ്റ്ററിയാണ്. ഇപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫോണിൽ ഇതേ മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒന്നിൽ കൂടുതൽ ഫോണിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിതിൽ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം SMG925F അതായത് S6 എഡിജിലാണ് ഞാനിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത്. ഓക്കെ. അതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ജസ്റ്റ് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതൊക്കെ. അതായത് സ്റ്റാൻഡേർഡ്, പ്രീമിയം, അങ്ങനെ ഒരുപാട് ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് കാണാം സ്റ്റാൻഡേർഡിൽ ഇപ്പം 4 ഓപ്ഷൻ നമുക്ക് കാണാൻ കഴിയും. 1 GPS ഹിസ്റ്ററി, 2 SMS, 3 കോൾ ഹിസ്റ്ററി. ഇതിൽ 4-മത്തത് ഓഡിയോ ആൻസർ. ഈ ഒരു ഹിസ്റ്ററി എല്ലാം കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അതായത് ഇത്രയും ഹിസ്റ്ററി നമുക്ക് പേടി ചെയ്യാതെ തന്നെ ചെക്ക് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്താക്കാം നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കാം. ഈ പ്രീമിയം ഗോൾഡ് എന്നത് പ്രീമിയത്തിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരുപാട് എന്താ പറയുക ഓപ്ഷൻസുകൾ കൂടുന്നുണ്ട്. ഇപ്പോൾ URL ഹിസ്റ്ററി, കോണ്ടാക്ട് ഹിസ്റ്ററി, ഫോട്ടോ, ആപ്സ് ഹിസ്റ്ററി, ഫോൺ കോൾ റെക്കോർഡിംഗ്, വാട്സപ്പ് ഹിസ്റ്ററി, പിന്നെ റൂട്ട് ചെയ്ത ഫോണുകളിലാണെങ്കിൽ വൈബർ, ഫേസ്ബുക്ക് ഹിസ്റ്ററി, സ്കൈപ്പ് എന്നിവയും കിട്ടും. അതുപോലെ തന്നെ ഗോൾഡിലും അതിനനുസരിച്ച് തന്നെ നമുക്ക് എന്താവുന്നുണ്ട് ഓപ്ഷൻസുകൾ കൂടുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ എത്ര നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര നമുക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എന്താക്കാം
നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഞാൻ ജസ്റ്റ് സ്റ്റാൻഡേർഡ് അതായത് എനിക്കിപ്പോൾ കമ്പനി തരുന്ന പരിധിയിൽ ഞാൻ എന്താക്കാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ 3 ഓപ്ഷനുണ്ട്: GPS ഹിസ്റ്ററി, SMS, കോൾ ഹിസ്റ്ററി, ഓഡിയോ. അത് ഞാൻ SMS എന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുമ്പോൾ ഒരു പുതിയൊരു വിൻഡോ ആണ് നമുക്ക് ഓപ്പൺ ആയി കിട്ടുക. ആ വിൻഡോയിൽ നിങ്ങൾക്ക് കാണാം കോൺവെർസേഷൻ, റിസീവ്ഡ്, സെൻഡ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷനായിട്ടാണ് എന്താവുന്നത് കാണിക്കുന്നത്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത S6 എഡ്ജിലെ, അതായത് നമ്മൾ ഏത് ഫോണാണ് ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിലെ മെസ്സേജ് ഡീറ്റെയിൽസാണ്. ഇത് ടോട്ടൽ മെസ്സേജാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ഇതിലിങ്ങനെ നോക്കിയാൽ കാണാം. ഇപ്പോൾ എൻ്റെ മെസ്സേജ് ആപ്പിൽ കാണാം 3 ഓപ്ഷൻ: ഒറീതു ആപ്പ്, 1 to 1, ഒറീതു. ഈ ഒരു മെസ്സേജാണ് എൻ്റെ ഇതിലിപ്പോൾ വന്നിട്ടുള്ളത്. അത് നമുക്ക് നെറ്റിലും അതുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒറീതു ആപ്പ് 1 to 1 ഒറീതു. ഇപ്പോൾ നമ്മുടെ ഫോണിലുള്ള എല്ലാ മെസ്സേജ് ഡീറ്റെയിൽസും, എൻ്റെ ഫോണിൽ മെസ്സേജുകളൊന്നുമില്ല, ഞാനെല്ലാം ഹിസ്റ്ററി എല്ലാം ക്ലിയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ തൊട്ട് മുന്നായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി അയച്ച മെസ്സേജുകളാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നതെല്ലാം. ഇനി നമുക്ക് കോൾ ലോഗ് ഒന്ന് ചെക്ക് ചെയ്യാം. ആകെ 3 ഡീറ്റെയിൽസ്, അതായത് ഞാൻ ഇവിടുത്തെ ഒരു നമ്പറിൽ തന്നെ ട്രൈ ചെയ്ത 3 നമ്പർ മാത്രമേ ഉള്ളൂ. ഞാൻ പുതുതായിട്ട് ഒരു നമ്പർ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം 007 എന്തെങ്കിലും ഒരു, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒന്ന് കോൾ ചെയ്യാണ്. നമുക്ക് കട്ട് ചെയ്തു. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സൈറ്റ് ഓപ്പൺ ആക്കാം. സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് നിങ്ങൾക്ക് കാണാം കോൾ ലോഗ്. അതായത് തൊട്ട് മുന്നേ വരെ 3 ഓപ്ഷനായിരുന്നു, അതായത് 3 കോൾ ഹിസ്റ്ററി മാത്രമായിരുന്നു കാണിച്ചത്. ഇപ്പോൾ 007ൻ്റെതും കാണിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എന്താക്കാം, എന്ത് വേണമെങ്കിലും അവരുടെ വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, എല്ലാം തന്നെ നമുക്ക് ഹാക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണിക്കുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം, ഡയൽ പാഡ് ഓപ്പൺ ആക്കുക. ഡയൽ പാഡ് ഓപ്പൺ ആക്കിയിട്ട് അവർ പറയുന്നത് പോലെ #2013* ഇതടിച്ച് കോൾ ചെയ്താലേ എന്താവുകയുള്ളൂ, ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ ആവുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ. ആ കോൾ ചെയ്താലേ ആ ഒരു ഐക്കൺ നമുക്ക് ഷോ ആവുകയുള്ളൂ, ഇല്ലെങ്കിൽ അതെപ്പോഴും ഹൈഡായിട്ട് തന്നെ കിടക്കും. ഞാനിപ്പോൾ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞ സ്ഥിതിക്ക് ജസ്റ്റ് അൺഇൻസ്റ്റാൾ പാക്കേജ് എന്ന ഓപ്ഷനെ സെലക്ട് ചെയ്ത് ജസ്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഞങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ ഹാക്ക് ചെയ്യാം എന്നതുപരി എങ്ങനെ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാം എന്നുകൂടിയാണ് നിങ്ങൾക്ക് വിശദീകരിച്ചത്. അപ്പോൾ തെറ്റായ രീതിയിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ അതിന് ഉത്തരവാദി ഞാനാകുന്നതല്ല എന്നോട് ഞാൻ ഇതോടുകൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഈ വിവരം എത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ ഇനിയുള്ള നല്ല നല്ല ഇൻഫർമേഷൻ ഏറ്റവും ഫാസ്റ്റായി നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്